തിരുവനന്തപുരത്ത് മുടവൻമുകൾ വാണിയത്ത് ലേനിലാണ് ഈശ്വരിയുടെ ഡയറി ഫാം പ്രവർത്തിക്കുന്നത്. നഗരത്തിലുള്ള ഡയറി ഫാമിൽ ആകെ 33 പശുക്കളുണ്ട്. സ്വന്തമായുള്ള 25 സെന്റ് സ്ഥലത്താണ് ഈശ്വരിയുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. മുടവൻമുകൾ വസന്തവിലാസം വീട്ടിൽ ശ്രീകുമാരൻ നായരുടെയും വിജയലക്ഷ്മിയുടെയും ഏകമകളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ ഈശ്വരി. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം പശു വളർത്തലും ഇഷ്ടപ്പെടുന്നു. ആദ്യമായൊരു പശുക്കുട്ടിയെ വാങ്ങി വളർത്തി അതിൻ്റെ പ്രസവശേഷം പടിപടിയായി ഓരോ പശുക്കളുടെ എണ്ണം കൂട്ടുകയായിരുന്നു. ഇപ്പോൾ 30ഓളം പശുക്കൾ ഇവിടെയുണ്ട്. പ്രതിദിനം 300 ലിറ്റർ പാൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഗുണനിലവാരമുള്ള പാലിൻ്റെ അഭാവവും കുട്ടികൾക്ക് ആവശ്യമായ നല്ല പാൽ ഉത്പാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പശു വളർത്തൽ പ്രധാനമായിട്ട് ആരംഭിച്ചത്. ആദ്യം ചെറിയ പശുക്കുട്ടികളെ വാങ്ങി വിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചത്. അതിനുശേഷം പശുക്കുട്ടികളുടെ പ്രസവശേഷം പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ 30ഓളം പശുക്കളെ ഇവിടെ വളർത്തുന്നുണ്ട്. അച്ഛൻ ശ്രീകുമാരൻ നായർക്ക് കോർപ്പറേഷൻ ഓഫീസിലായിരുന്നു ജോലി. ാണ് ഈശ്വരി ഡയറി ഫാം തുടങ്ങുന്നത്. നാട്ടിൽ പാല് കിട്ടാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. പശുക്കളോട് അതീവ താൽപര്യമുള്ള ഈശ്വരി ഒരു സേവനം എന്ന നിലയിൽ കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചത്. (2013-2014) തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകരുടെ അവാർഡ് ഈശ്വരിക്കായിരുന്നു. ഇവർ ആദ്യം ഒരു പശുക്കുട്ടിയെ വാങ്ങി വളർത്തി. രണ്ട് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 3 എണ്ണം കൂടി വാങ്ങി. പിന്നീട് പശുവിന്റെ എണ്ണം കൂടിക്കൂടി വന്നു. ഹോൾസ്റ്റെയിൻ ഫ്രീഷ്യൻ, ജേഴ്സി ഇനങ്ങളിൽപ്പെട്ട കേരളത്തിന്റെ കാലാവസ്ഥയുമായി ഇണങ്ങിപ്പോകുന്ന ഇനം പശുക്കളാണ് ഇവിടെയുള്ളത്. സുനന്ദിനി വർഗത്തിൽപ്പെട്ട 3 പശുക്കളും 3 സ്വിസ് ബ്രൗൺ പശുക്കളും ഒരു നാടൻ വെച്ചൂർ പശുവുമുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയായതിനാൽ ഇതിൽ നിന്ന് സംതൃപ്തി കിട്ടുന്നു എന്നാണ് ഈശ്വരിയുടെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷമായി പശുവിന്റെ ഷെഡിനോട് ചേർന്ന മുറിയിലാണ് ഈശ്വരിയും ഭർത്താവ് ഗോപാലകൃഷ്ണനും അന്തിയുറങ്ങുന്നത്. പശുവിന് പ്രസവം അടുക്കുമ്പോൾ നല്ല ശ്രദ്ധ ആവശ്യമാണ്. എല്ലാ ജോലികളുടെയും മേൽനോട്ടം ദമ്പതികൾ ഒരുമിച്ച് നിർവഹിക്കുന്നു. പശുത്തൊഴുത്തിന്റെ മേൽക്കൂര അലൂമിനിയം ഷീറ്റിൽ ചെയ്തിരിക്കുന്നു. വെള്ളം കുടിക്കാനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വെച്ചിട്ടുമുണ്ട്. കുടിക്കുന്തോറും വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ എത്തുന്നത്.
മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായം എപ്പോഴും ലഭ്യമാണെന്ന് ഈശ്വരി പറയുന്നു. ഇവർ പുലർച്ചെ 2:30 എഴുന്നേൽക്കും. 3:30 തന്നെ രാവിലത്തെ കറവ ആരംഭിക്കുന്നു. കറവയ്ക്ക് മുമ്പ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് പശുവിന്റെ അകിട് കഴുകി വൃത്തിയാക്കും. ജോലിക്കാരുടെ കൈകൾ വൃത്തിയായി കഴുകുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ 5:30 പാൽ കവറിലാക്കി തുടങ്ങും. അരിപ്പ് വെച്ച് ഫിൽട്ടർ ചെയ്താണ് പ്ലാസ്റ്റിക് കവറിൽ പാൽ പാക്ക് ചെയ്യുന്നത്. പാക്കിങ്ങിന് ഈശ്വരിയും ഭർത്താവും മേൽനോട്ടം നടത്തും. മെഷീൻ ഉപയോഗിച്ചാണ് കറക്കുന്നത്. ഇവിടെ ഒരേ സമയം 3 പശുക്കളെ കറക്കാൻ പറ്റും. അര ലിറ്റർ പാക്കറ്റുകളിലാക്കിയാണ് വിപണനം നടത്തുന്നത്. തൃക്കണ്ണാപുരം മൃഗാശുപത്രിയുടെ കീഴിൽ വരുന്നതാണ് ഈ ഡയറി ഫാം. മൃഗാശുപത്രിയുടെ ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലുകൾ കാരണം നന്നായി നടത്തിപ്പോകാൻ കഴിയുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് എനിക്ക് ലഭിക്കുന്നത്. കറവേന്ദ്രത്തിന് സബ്സിഡി തുക എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീറ്റപ്പ് കൃഷിക്ക് ഇപ്പോൾ ഒരു 10 പശുവിൻ്റെ ഒരു സ്കീമിന് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് പരിഗണിച്ചിട്ടുണ്ട്. പുതിയ ഏത് സ്കീം വന്നാലും അത് സംയോജിതമായി അറിയിക്കുകയും അതിനുവേണ്ട സഹായം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. രാവിലെ കടകളിൽ 75 ലിറ്ററോളം പാൽ കൊടുക്കുന്നുണ്ട്. ദൂരസ്ഥലത്ത് നിന്ന് പോലും പാൽ വാങ്ങാനായി ആളുകൾ എത്തുന്നു. രാവിലെ 5:30 തന്നെ പാൽ വിൽപ്പന ആരംഭിക്കുന്നു. 7 മണിയാകുമ്പോഴേക്ക് പാല് തീർന്നു തുടങ്ങും. പിന്നീട് മോട്ടോർ വെച്ച് വെള്ളമടിച്ച് പശുക്കളെ കുളിപ്പിക്കും. ഉച്ചയ്ക്ക് വീണ്ടും ഒന്നുകൂടി കുളിപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ വീണ്ടും ഒരു കറവ കൂടിയുണ്ട്. ഒരു പശുവിന് 15 ലിറ്റർ വെച്ച് ദിവസം 300 ലിറ്റർ പാൽ കിട്ടുന്നുണ്ടെന്ന് ഈശ്വരി പറയുന്നു. 1 ലിറ്ററിന് 44 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒരു പശുവിന് ഒരു ദിവസത്തെ ശരാശരി ചെലവ് 250 രൂപയാകും. പാലിന് കിട്ടുന്ന 600 രൂപയിൽ നിന്ന് 250 രൂപ ചെലവ് മാറ്റിയാൽ 350 രൂപ ലാഭം കിട്ടും. അതിനാൽ തന്നെ പശു വളർത്തൽ തനിക്ക് ആദായകരമാണെന്ന് അഭിപ്രായപ്പെടുകയാണ് ഈ കർഷകർ. ഈ ഡയറി ഫാമിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ 3 മണിക്കാണ്. 3 മണിക്ക് ഉണർന്നതിന് ശേഷം തൊഴിലാളികളുടെ സഹായത്തോടു കൂടി രാവിലെ കഴുകി വൃത്തിയാക്കുകയും കറവ ആരംഭിക്കുകയും ചെയ്യുന്നു. കറവ ആരംഭിക്കുന്നതിന് മുമ്പായി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈനിൽ അകിട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മെഷീൻ കറവയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മെഷീനിൽ കറന്നതിന് ശേഷം ബിറ്റാഡിൻ സൊല്യൂഷൻ ലൈനിൽ അകിട് മുക്കാറുണ്ട്. അകിട് വീക്കം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രതിദിനം 300 ലിറ്റർ പാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ സമീപ പ്രദേശത്തുള്ള ആളുകളും കുറച്ച് ദൂരെയുള്ള ആളുകളും ഇവിടെ വന്ന് പാല് കൊണ്ടുപോകാറുണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് പാലെടുക്കുന്നത്. പശുവിന് കാലിത്തീറ്റയും വാഴയുടെ ഭാഗങ്ങളും കപ്പയും വെട്ടിയിട്ട് കൊടുക്കും.
ഒരു പശുവിന് 2.5 കിലോഗ്രാം പെല്ലറ്റ്, 2 കിലോഗ്രാം ഗോതമ്പ് തവിട്, 1.5 കിലോഗ്രാം പരുപ്പിണ്ണാക്ക് ഇവ ചേർത്താണ് കൊടുക്കുന്നത്. കാൽസ്യം ജെൽ മീനെണ്ണയും നൽകുന്നു. ഗോതമ്പ് തവിടുമാണ് ഇവിടെ പ്രധാനമായും ആഹാരമായി കൊടുക്കുന്നത്. പുൽകൃഷി ഉണ്ടെങ്കിലും മുഴുവനായി ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ല് ലഭിക്കുന്നില്ല. അതിനാൽ വാഴ കൃഷി ഉള്ളതിനാൽ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈക്കോലും അതിന് പുറമെ വൈക്കോലും കൊടുക്കുന്നുണ്ട്. മരിച്ചിനെയും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഫാമുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ള ജോലിക്കാരാണ് ഇവിടെയുള്ളത്. കറവയുള്ള ഒരു ജെർസി പശുവിന് 60,000 രൂപയാണ് വില. ഒരു വർഷത്തേക്ക് 1,200 രൂപയാണ് ഇൻഷുറൻസ് അടയ്ക്കേണ്ടത്. പശു ചത്തുപോയാൽ മൊത്തം തുകയും തിരിച്ചു കിട്ടുന്നു. പുതുതായി ഫാം ആരംഭിക്കുമ്പോൾ കൂടുതൽ പശുക്കളെ ആദ്യം ഒരുമിച്ച് വാങ്ങരുതെന്ന് പറയുന്നു ഈശ്വരി. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന ചൊല്ല് ഇവിടെയും അർത്ഥവത്താണ്. പശു വളർത്തലിന് പുറമെ കൃഷിയുമുണ്ട് ഈശ്വരിക്ക്. പാട്ടത്തിന് 2 ഏക്കർ സ്ഥലമെടുത്ത് വാഴ നട്ടിരിക്കുന്നു. ചാണകം ഇവിടെ കൊണ്ടിട്ട് ഉണക്കിയെടുക്കും. $45 കിലോഗ്രാമുള്ള ഒരു ബാഗ് ഉണങ്ങിയ ചാണകത്തിന് 180 രൂപ ലഭിക്കും. 1 കിലോഗ്രാം വീതം പാക്കറ്റിലാക്കി കൊടുത്താൽ വളരെ ലാഭമാണ്. 1 കിലോഗ്രാം ഉണക്ക ചാണകത്തിന് 12 രൂപ വരെ വിലയുണ്ട്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഈശ്വരി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കാൻ പോവുകയാണ്. 2 സമയത്തെയും ചാണകം മാറ്റിയ ശേഷം വരുന്ന സ്ലറി ടാങ്കിൽ ശേഖരിച്ച് വാഴ കൃഷിക്ക് ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ മാലിന്യ സംസ്കരണത്തിൽ പ്രശ്നങ്ങൾ ഏതുമില്ല. പശു വളർത്തലിന് പുറമെ വാഴ, മരിച്ചീനി, പപ്പായ തുടങ്ങിയ കൃഷി ഇവിടെ നടത്തുന്നുണ്ട്. പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ചീരകൃഷിയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും കൃഷി ജൈവവിദ്യ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പാളയംതുടൻ, രസകദളി, റോബസ്റ്റ, ഏത്തൻ തുടങ്ങിയ വാഴ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. റെഡ് ലേഡി പപ്പായയും കൃഷി ചെയ്യുന്നുണ്ട്. ചീരകൃഷിയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗോമൂത്രം ഡൈലൂട്ട് ചെയ്ത് യാതൊരുവിധ കീടനാശിനിയും ഉപയോഗിക്കാതെയാണ് ചീരകൃഷി ചെയ്യുന്നത്. വെബ്സൈറ്റുകൾ, മാസികകൾ എന്നിവകളിൽ കൂടി പരമാവധി വിവരങ്ങൾ സമാഹരിച്ചും കൃഷി വകുപ്പിന്റെ പശുവളർത്തൽ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തും ഈ മേഖലയെക്കുറിച്ച് പഠിക്കുകയാണ് ഇവർ ആദ്യം ചെയ്തത്. കൃഷി, പശുവളർത്തൽ എന്നിവ സംബന്ധിച്ച എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുമുണ്ട്. തന്റെ തോട്ടത്തിൽ പുല്ല് നടാനുള്ള സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പുല്ല് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പുല്ല് കൊടുക്കുകയാണെങ്കിൽ തീറ്റയും ലാഭിക്കാം. നാട്ടുംപുറത്ത് 1 ലിറ്റർ പാലിന് 32 രൂപ വിലയുള്ളപ്പോൾ നഗരത്തിൽ ലിറ്ററിന് 44 രൂപ കിട്ടും.
ദിവസം 5000 മുതൽ 6000 രൂപ വരെയാണ് ഇന്ന് ഈശ്വരി സമ്പാദിക്കുന്നത്. അധ്വാനിക്കാൻ കഴിവും പരിശ്രമിക്കാനുള്ള മനസ്സുമുള്ളവർക്ക് ധൈര്യമായി കടന്നു വരാവുന്ന മേഖലയാണിത്. കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു നല്ല വരുമാന മാർഗം കൂടിയാണ് പശു വളർത്തൽ.